പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുകയാണ്. കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. മുജീബ് മോഷ്ടിച്ച് സ്വർണം വിൽക്കാൻ സഹായിച്ചത് അബൂബക്കറായിരുന്നു. അതേസമയം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അനുവിന്റെ സഹോദരൻ സദാനന്ദൻ പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, അതിമൃഗീയമായിട്ടാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പ്രതികരണവും വൈകാരികമാണ്. നിലവിൽ ഒരു പ്രതി കൂടി പിടിയിലായിട്ടുണ്ട്. ഇയാളുടെ പങ്കെന്താണ്? കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? അക്ഷയ, മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പ്രതി, അതുപോലെ അതിക്രൂരമായ കൊലപാതകം, ഇങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ല പേരാമ്പ്രയിലെ ഈ ഒരു അനുവിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച്. കാരണം അനുവിൻ്റെ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് അനു സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ ഭർത്താവ് വണ്ടിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് 2 മാസം മുൻപാണ് അസുഖം ബാധിക്കുന്നത് ഭർത്താവിന്. അപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സമയത്താണ് ഈ ബൈക്കിൽ പ്രതിയായ മുജീബ് ഈ വഴി വരുന്നത്. സഹായം ഓഫർ ചെയ്യുകയാണ്. അതായത് അത്യാവശ്യമായിട്ട് പോവുകയല്ലേ, ബൈക്കിൽ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് അനുവിനെ വണ്ടിയിൽ കയറ്റുന്നു. പിന്നീട് ഈ തോടിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് അവിടെ ഇറങ്ങുകയാണ്. മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങുകയും അനുവിനെ തള്ളി തോട്ടിലേക്ക് ഇടുകയുമാണ് ഉണ്ടായത്. തോട്ടിൽ മുക്കി കൊലപ്പെടുത്തുന്നു. ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കവരുന്നതിന് വേണ്ടിയാണ് ഈ വിധത്തിലുള്ള ക്രൂര കൊലപാതകം നടത്തിയത് എന്നതാണ്. എന്തായാലും പ്രതിയെ ഇന്നലെ വൈകിട്ടോടെയാണ് കൊണ്ടോട്ടിയിൽ വെച്ച് പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുജീബിനെയും അതുപോലെ തന്നെ ഈ കേസിൽ കൊലപാതകത്തിൽ നേരിട്ടല്ല, പക്ഷേ ഈ മുജീബ് അനുവിൻ്റെ മോഷ്ടിച്ച ആഭരണങ്ങൾ കൊണ്ടോട്ടിയിലെ ഒരു കടയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഈ ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച 2ാം പ്രതിയെ കൂടി പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടി സ്വദേശി അബൂബക്കർ എന്നാണ് ഇയാളുടെ പേര്. അല്പസമയം മുമ്പാണ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് 2 പ്രതികളെയും കൊണ്ടുവന്നത്. മുജീബിൻ്റെ മുഖം മറച്ച നിലയിലാണ് പോലീസ് കൊണ്ടുവന്നത്. അബൂബക്കറിൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അയാളെയും ഒപ്പം തന്നെ കൊണ്ടുവന്നു. എന്തായാലും മുജീബിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുഖം മറച്ച അതേ രീതിയിൽ തന്നെയാണ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയത്. ഇവിധത്തിൽ അതിക്രൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് നിരവധിയായ ആളുകൾ ഈ പ്രതികളെ കാണുന്നതിനൊക്കെ വേണ്ടി പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. മുഖം മറച്ച് കൊണ്ടുവരിക, തിരികെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ചിലർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. ഇതുപോലൊരു കൊലപാതകം നടത്തിയ പ്രതിയെ എന്തിനാണ് മുഖം മറച്ച് മറ്റുള്ളവരിൽ നിന്ന് മറച്ച് കൊണ്ടുപോകുന്ന എന്ന ചോദ്യമാണ് പോലീസിനോട് ചോദിച്ചത്. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി മുജീബിനെ കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അനുവിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 9:30യോടെയാണ് അനു ഇറങ്ങുന്നത്. പിന്നീട് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് ഈ തോടിൽ, നൊച്ചാടുള്ള വാളൂർ തോടിൽ അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലെയായാണ് മൃതദേഹം കാണുന്നത്. ഈ കൃത്യം നടത്തിയത് റോഡിനോട് ചേർന്ന് തന്നെ തോട്ടിലാണ്. ഒരാൾ കൂടി സഹായിച്ച ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്.